നടി ആക്രമിച്ച കേസിലെ പ്രതി പൾസർ സുനി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ജയിൽ മോചിതനായി. ജയിലിൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ച കേസിലും പൾസർ സുനിക്ക് ജാമ്യം അനുവദിച്ചു. കർശന വ്യവസ്ഥകൾ മുൻനിർത്തിയാണ് ജാമ്യം. കൂടുതൽ വിവരങ്ങളുമായി രേഷ്മ ബാബു ചേർന്നുണ്ട്. രേഷ്മ, എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പുറത്തുവരുന്നത്? രേഷ്മ, കേൾക്കാമെങ്കിൽ പൾസർ സുനി ജയിൽ മോചിതനായ സാഹചര്യമാണുള്ളത്. എന്താണ് മറ്റു വിവരങ്ങൾ? ഇന്ന് വിചാരണ കോടതിയാണ് കർശന വ്യവസ്ഥകളോടുകൂടി ജാമ്യം അനുവദിച്ചത്. സുപ്രീം കോടതിയുടെ നിർദ്ദേശാനുസരണമായിരുന്നു വിചാരണ കോടതിയുടെ നടപടി. അതിന്റെ ഓർഡർ കോപ്പി അടക്കം അഭിഭാഷകൻ വൈകുന്നേരം ഈ ജയിലിൽ കൊണ്ടുവന്നു. നിമിഷങ്ങൾക്കുള്ളിലാണ് എന്തു തന്നെയായാലും വളരെയധികം നിർണായകമായൊരു ഘട്ടം തന്നെയാണ്. നടി ആക്രമിച്ച കേസിലെ പ്രതി പൾസർ സുനി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇപ്പോൾ ജയിൽ മോചിതനായിരിക്കുകയാണ്. ജയിലിൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ച കേസിലും പൾസർ സുനിക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നു. കർശന ഉപാധികളോട് കൂടിയാണ് ജാമ്യം നൽകുന്നത്. ജാമ്യവ്യവസ്ഥയുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ അല്പസമയം മുമ്പാണ് പൂർത്തിയായത്. അതിനുശേഷമാണ് പൾസർ സുനി ജയിൽ മോചിതൻ ആയിട്ടുള്ളത്. എന്തുതന്നെയായാലും കർശന വ്യവസ്ഥകൾ ഇത് സംബന്ധിച്ച് നിലനിൽക്കുകയാണ്. രേഷ്മ ബാബു ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്. രേഷ്മ സൂചിപ്പിച്ചതുപോലെ തന്നെ കർശന ഉപാധികളോട് കൂടിയാണ് പൾസർ സുനിക്ക് ഈ ഒരു ജാമ്യം അനുവദിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ ഈ ജാമ്യ കാലയളവിൽ പോലും കൃത്യമായൊരു നിരീക്ഷണം പൾസർ സുനിക്ക് മേലിൽ ഉണ്ടാകുമെന്നല്ലേ കരുതേണ്ടത്? വിഷ്ണു, കർശന വ്യവസ്ഥകളോടുകൂടി വിചാരണ കോടതിയാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശാനുസരണമുള്ള ജാമ്യം അനുവദിച്ചത്. അല്പസമയം മുൻപാണ് ജാമ്യം ലഭിച്ച പൾസർ സുനി എറണാകുളം സബ് ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയത്, ജയിൽ മോചിതനായത്. എന്തായാലും കർശന നിരീക്ഷണം പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കും. ഒപ്പം തന്നെ ജില്ലാ പ്രൊബേഷൻ ഓഫീസർ പ്രതിയായിട്ടുള്ള പൾസർ സുനിയുടെ പെരുമാറ്റം സംബന്ധിച്ചുള്ള റിപ്പോർട്ട് എല്ലാ മാസവും, അതായത് ഒക്ടോബർ 24 മുതൽ എല്ലാ മാസവും 10-ാം തീയതി കോടതിയിൽ സമർപ്പിക്കണം. മാത്രവുമല്ല, ഈ പൾസർ സുനിയുടെ അല്ലെങ്കിൽ ജീവന് ഭീഷണി ഉണ്ടെന്നുള്ള ഒരു വാദം പ്രോസിക്യൂഷൻ ഉന്നയിച്ച സാഹചര്യത്തിൽ റൂറൽ എസ്.പി പൾസർ സുനിക്ക് സുരക്ഷ ഉറപ്പാക്കണം. അതിന് ഏത് വിധത്തിലായിരിക്കും നടപടികൾ കൈക്കൊള്ളുക എന്നത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് വിചാരണ കോടതിയിൽ സമർപ്പിക്കണം എന്നുള്ളതാണ് ഈ ഉത്തരവിൽ കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. മറ്റ് വ്യവസ്ഥകൾ എന്ന് പറയുന്നത് 1 ലക്ഷം രൂപ ബോണ്ട്, കൂടാതെ 2 ആൾജാമ്യ വ്യവസ്ഥ, 1 സിം മാത്രമേ ഉപയോഗിക്കുവാൻ പാടുള്ളൂ. ആ സിമ്മിൽ ആ നമ്പറിന്റെ വിശദാംശങ്ങൾ കോടതിയിൽ സമർപ്പിക്കണം. കൂടാതെ മറ്റ് പ്രതികളുമായിട്ട്, അതായത് കൂട്ടുപ്രതികളുമായിട്ട് യാതൊരു തരത്തിലും ബന്ധം പുലർത്തരുത്. സാക്ഷികളെ സ്വാധീനിക്കുവാനോ ഈ സമാനമായിട്ടുള്ള മറ്റേതെങ്കിലും കുറ്റകൃത്യത്തിൽ ഏർപ്പെടുവാനോ പാടില്ല. കൂടാതെ യാതൊരു തരത്തിലും തെളിവുകൾ നശിപ്പിക്കുവാൻ പാടില്ല. എന്തായാലും ഈ അനുമതി കൂടാതെ സെഷൻസ് കോടതിയുടെ, അതായത് വിചാരണ കോടതിയുടെ പരിധി വിട്ടു പോകരുത് തുടങ്ങിയ കർശന വ്യവസ്ഥകളായിരുന്നു കോടതി മുന്നോട്ട് വെച്ചത്. ആ വ്യവസ്ഥകളൊക്കെ തന്നെ പാലിച്ചുകൊണ്ട് ബോണ്ട് അടക്കം എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷമാണ് അഭിഭാഷകൻ അതിന്റെ ഓർഡറിന്റെ കോപ്പിയുമായിട്ട് ജയിലിലേക്ക് എത്തിയത്. അവർ ജയിലിലെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് അല്പസമയം മുൻപ് പൾസർ സുനി പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്തു. 2017 ഫെബ്രുവരി 17-നായിരുന്നു ഈ നടി ആക്രമിച്ച സംഭവം ഉണ്ടായത്. ഫെബ്രുവരി 23-ന് നാടകീയമായിട്ട് പൾസർ സുനിയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. അതായത് കോടതിയിൽ കീഴടങ്ങാനായിട്ട് എത്തിയ സമയത്തായിരുന്നു സുനിയെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. അതിനുശേഷം ഈ പല തവണ 10ഓളം തവണയാണ് ഹൈക്കോടതിയിലടക്കം പൾസർ സുനി ജാമ്യം വേണമെന്നുള്ള ഒരു ആവശ്യം മുൻനിർത്തിക്കൊണ്ട് ഹർജി നൽകിയത്. ആ ഹർജികളൊക്കെ തന്നെ തള്ളിയ ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അതിനിടയിൽ തന്നെ സുപ്രീം കോടതിയെ സമീപിച്ചു. സുപ്രീം കോടതി ദിവസങ്ങൾക്ക് മുൻപാണ് പൾസർ സുനിക്ക് ജാമ്യം അനുവദിക്കണമെന്ന ഉത്തരവ് പുറപ്പെടുവിച്ചത്. അതിൽ കൃത്യമായിട്ട് ചില നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു. അതായത് കർശന ജാമ്യ വ്യവസ്ഥകൾ അത് പ്രോസിക്യൂഷന്റെ ഭാഗം കൂടി കേട്ടതിന് ശേഷം അത് വിചാരണ കോടതിക്ക് നിശ്ചയിച്ചുകൊണ്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ വിചാരണ കോടതി ജാമ്യം അനുവദിക്കണം എന്നുള്ളതായിരുന്നു സുപ്രീം കോടതിയുടെ ഉത്തരവ്. ആ ഉത്തരവാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി ഹണി എം വർഗീസ് നടപ്പാക്കിയത്. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജില്ലാ പ്രൊബേഷൻ ഓഫീസറുടെ റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ട് അതാത് മാസങ്ങളിൽ 10-ാം തീയതി വിചാരണ കോടതിയിൽ സമർപ്പിക്കണം. ആ റിപ്പോർട്ടിൽ ഉണ്ടാകേണ്ടത് ഈ ബെയിൽ കാലയളവിൽ, അതായത് ജാമ്യ കാലയളവിൽ പൾസർ സുനിയുടെ പെരുമാറ്റം ഏത് വിധത്തിലാണ്, ഏതൊക്കെ വിധത്തിലാണ് അയാളുടെ സഞ്ചാരം തുടങ്ങിയ കാര്യങ്ങളാണ് റിപ്പോർട്ടായിട്ട് ജില്ലാ പ്രൊബേഷൻ ഓഫീസർ വിചാരണ കോടതിയിൽ നൽകേണ്ടത്. മാത്രമല്ല, ഈ പ്രോസിക്യൂഷൻ
പ്രോസിക്യൂഷൻ ഇന്ന് ഈ വ്യവസ്ഥകൾ സംബന്ധിച്ചുള്ള വാദഗതികൾ ഉന്നയിച്ച അല്ലെങ്കിൽ അത് പരിഗണിച്ച സമയത്ത് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ പൾസർ സുനിക്ക് ജീവന് ഭീഷണിയുണ്ട്. അതുകൊണ്ട് തന്നെ അതാത് നിശ്ചിത സമയങ്ങളിൽ അല്ലെങ്കിൽ കോടതി നിശ്ചയിക്കുന്ന സമയങ്ങളിൽ ഒരു ഉദ്യോഗസ്ഥന് മുന്നിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകാൻ നിർദ്ദേശം നൽകണം എന്നുള്ളതാണ്. പക്ഷേ അത് കോടതി പൂർണ്ണമായിട്ടും അംഗീകരിച്ചില്ല. കാരണം ഈ സർക്കാരിന്റെ അല്ലെങ്കിൽ പോലീസിന്റെ ഉത്തരവാദിത്തമാണ് പൗരന് സുരക്ഷ ഉറപ്പാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ജില്ലാ റൂറൽ പോലീസ് മേധാവി പൾസർ സുനിക്ക് സുരക്ഷ ഉറപ്പാക്കണം. അത് ഏത് വിധത്തിലായിരിക്കും അത് നടപ്പാക്കിയെന്ന് ജാമ്യം ലഭിക്കുന്നത് ഈ കേസിൽ യെസ്, രേഷ്മ വ്യക്തമാണ്.